നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവിന്റെ നാമം, യേശുവിന്റെ നാമമല്ലാതെ ഒരു നാമവുമില്ല നമ്മുടെ രക്ഷയ്ക്കായി, മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ഈ ലോകത്തിൽ കടന്നു വന്ന ഏക ദൈവം യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു ജനത്തിന് മാനസാന്തരത്തിന് കാരണഭൂതനാവുന്നു. മാനസാന്തരം ഒരു മനുഷ്യന് ആവശ്യമാണ്, തന്റെ പാപങ്ങളുടെ മോചനം ആവശ്യമാണ്. ദിനംതോറും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളും മനുഷ്യനെ പാപിയായി ആക്കിക്കൊണ്ടിരിക്കുന്നു. പാപത്തിന്റെ എല്ലാ പാപ സ്വഭാവങ്ങളോടും കൂടെ ആണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. ഈ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ആവശ്യമാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്ന മുഖാന്തരമായി നമ്മളുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി കാൽവരി ക്രൂശി യാഗമായി തീർന്നു. ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനത്തിനു വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആ മഹത്വമുള്ള വചനം നിങ്ങളോട് അറിയിക്കുവാനാണ്, സന്ദേശം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങളോട് അറിയിക്കുവാനാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദേശവാസികളോടുമുള്ള സ്നേഹം അറിയിക്കുന്നു, വന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന സന്ദേശം നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മധ്യത്തില്, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ഞെരുക്കങ്ങളുടെ വിഷയങ്ങളുടെ മധ്യത്തില് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സന്ദേശം നിങ്ങളോട് അറിയിപ്പാനാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. പറഞ്ഞതുപോലെ മറ്റൊരുത്തിനും രക്ഷയില്ല. ലോകത്ത് അനേകരും നമ്മളെ രക്ഷിക്കാം, നമ്മളെ സഹായിക്കാം എന്ന് വാക്കു പറഞ്ഞു വരുന്ന പലരുണ്ട്. പല ഗവൺമെന്റും നമ്മളെ സഹായിക്കാം, നമുക്ക് ആനുകൂല്യങ്ങൾ തരാം, പല സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു വരുന്ന അനേകരുണ്ട്. എന്നാൽ നമ്മുടെ രക്ഷയ്ക്കായി ഏക മാർഗം, ഏക ദൈവം നമ്മുടെ യേശു ക്രിസ്തുവാണ്. നമുക്ക് യേശു തരുന്നതിന് അളവില്ല. എല്ലാ അളവില്ലാത്ത നന്മകളാലും ദൈവം നമ്മളെ നിറയ്ക്കുവാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ എന്തായിരുന്നാലും, ഏത് പ്രതികൂലങ്ങളുടെ മധ്യത്തിലാണ് നിങ്ങൾ ജീവിച്ചതെന്ന് പറഞ്ഞാലും, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത് മുഖാന്തരമായി നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു മാറ്റം ദൈവം തരുവാൻ ശക്തനായ ദൈവമാണ്. ഈ അവസ്ഥകളെല്ലാം മാറുവാൻ ദൈവത്തിന്റെ ഒരു നിമിഷം നിങ്ങൾ ദൈവത്തിന് നിങ്ങളുടെ മനസ്സും സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ദൈവം കൊണ്ടുവരുവാൻ ശക്തനായ ദൈവമാണ്. അനേക കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇവിടെ കാണുന്നു. അനേക കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് ഈ ലോകമോഹങ്ങളിൽ പെട്ടുപോയി അവരുടെ കൗമാരത്തിൽ തന്നെ അവരുടെ ജീവിതം നശിപ്പിച്ചു കളയുന്നു. ആത്മഹത്യകളിലൂടെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദര, കുഞ്ഞെ, സഹോദരി, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ലോകം തരുന്ന ഒരു സമാധാനവും ശാശ്വതമല്ല. ലോകത്തിൽ എന്ത് ആശ്രയിച്ചാലും മദ്യത്തിനും മയക്കുമരുന്നിനും ആശ്രയിച്ചത് മുഖാന്തരമായിട്ട് അവസാന സമയങ്ങളിൽ മദ്യം നിങ്ങളെ കീഴടക്കുമ്പോൾ മുന്നോട്ട് ജീവിപ്പാൻ ഒരു നിവൃത്തിയും ല്ലാതെ വരുമ്പോൾ ആത്മഹത്യകളാണ് പല സഹോദരങ്ങളും അഭയം പ്രാപിക്കുന്നത്. സഹോദര, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. മദ്യപാനം ഒരിക്കലും ഒരു പരിഹാരമല്ല. മയക്കുമരുന്ന് ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച, നിങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഒരു ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തു നിങ്ങളുടെ സകല പ്രതികൂലങ്ങൾക്ക്, സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നത് മുഖാന്തരമായി യേശു നിങ്ങളെ മാടി വിളിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങളെ ബോധിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രതികൂലങ്ങളിൽ, ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നിങ്ങളെ ആശ്വാസകനായി നിങ്ങളോടൊപ്പമുള്ള ദൈവം, ആ ദൈവത്തിനൊന്ന് മനസ്സർപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഈ ദിവസങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിപ്പാനിടയാകും. ഈ ദൈവത്തെ ഞങ്ങൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ആ ദൈവത്തോടൊന്ന് സംസാരിക്കാൻ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്, അപ്പാ, എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെയാണ്, എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് മുന്നേറുവാൻ കഴിയുന്നില്ല, എന്റെ കുടുംബത്തിന്റെ ജീവിതം ഇങ്ങനെയാണ്, കുടുംബജീവിതം ഇങ്ങനെയാണ്, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്, എന്റെ ഭർത്താവ് ഇങ്ങനെയാണ് എന്ന ദൈവത്തോട് നിങ്ങൾ മനസ്സ് തുറന്ന് സമ്മതിക്കുവാനിടയായാൽ ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം. മാതാവേ, നിങ്ങൾ എത്ര വേദനയോടാണ് ഓരോ രാവും ഉറങ്ങുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ എത്ര വ്യാകുലപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങളിലെ വളരെ പ്രതികൂലങ്ങളെ നിങ്ങൾ വളരെ മാനസികമായി തകരുന്ന അവസ്ഥകളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിഷയങ്ങളിലെല്ലാം നിങ്ങൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന പല ദൈവങ്ങളെയും നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ സത്യദൈവമായ യേശുവിനെ ഒന്ന് വിളിക്കുവാൻ തയ്യാറായാൽ ആ ദൈവം നിങ്ങളോട് സംസാരിപ്പാൻ തയ്യാറാവുന്ന ദൈവമാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ മാനവകുലത്തിന്റെ മൊത്തവും ജനത്തിന്റെയും പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് യേശു ലോകത്തിൽ കടന്നു വന്നത്. അത് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിപ്പാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നിങ്ങളെ ഒരു മാറ്റം തമ്പുരാൻ കൊണ്ടുവരും. നിങ്ങൾക്കും സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ ശക്തനായ ദൈവമാണ്. ആ ദൈവത്തെയാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. ഈ ദിവസങ്ങൾ
ആത്മഹത്യകളിലൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ ദേശത്തോട് അറിയിപ്പാൻ അത് തന്നെ കർത്താവ് വീണ്ടും ഓർപ്പിക്കുന്നു. ഈ ദേശത്ത് വളരെ ആത്മഹത്യ അതുപോലെ തന്നെ അപകട മരണങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കൊല്ലത്തിന്റെ പ്രദേശമാണ് ആത്മഹത്യയും അതുപോലെ തന്നെ കൊലപാതകങ്ങളും ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ല കൊല്ലം ജില്ല തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ ആത്മഹത്യയും അതുപോലെ തന്നെ കൊലപാതകങ്ങളും മറ്റ് അനിഷ്ട സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദേശം കൊല്ലം ജില്ല തന്നെയാണ്. അത് ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം പറയുന്നു. ഈ ദേശത്ത് ഒരു മാനസാന്തരത്തിന് ആവശ്യമുണ്ട്. ഈ ദേശം ദൈവത്തെ അറിയേണ്ടത് ആവശ്യമാണ്. അനേക കുഞ്ഞുങ്ങൾ, അനേക മാതാപിതാക്കൾ, അനേക ഭവനങ്ങള് സമാധാനം എന്തെന്നറിയാതെ, സ്വസ്ഥത എന്തെന്നറിയാതെ, ദൈവത്തെ അറിയില്ലാതെ ജീവിക്കുന്ന ഇവർ നിങ്ങൾക്ക് മുൻപിലേക്ക് ഞങ്ങൾ ഈ യേശുവിനെ കാണിച്ചത്. യേശു ദൈവ സമാധാനമാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്നാണ് ദൈവം നിങ്ങളോട് ബൈബിൾ വചനം പറയുന്നത്. നിങ്ങൾ ദൈവപ്രസാദം നിങ്ങൾ കടന്നു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥലത്തിൽ മനസ്സൊന്നർപ്പിക്കാൻ. ഞങ്ങൾ സാമ്പത്തിക കാര്യങ്ങളോ ദൈവത്തിന് കാഴ്ചകളോ അതുപോലെ തന്നെ നേർച്ചകളോ അതുപോലെ തന്നെ നടന്നുള്ള വഴിപാടുകളോ മറ്റു കാഴ്ചവസ്തുക്കളോ ഒന്നുമല്ല ദൈവസ്ഥാനത്തിൽ നിങ്ങളോട് ദൈവം ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ദൈവസ്ഥാനത്തിൽ ഒന്ന് കൊടുക്കുവാൻ തയ്യാറായാൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനെയാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. പ്രിയ സഹോദര സഹോദരി കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടുവാൻ, ഈ മനസ്സൊന്ന് കൊടുക്കുവാൻ തയ്യാറായാൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നു. മറ്റൊരുത്തൽ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമവുമില്ല. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഏറിയാൽ 80 സംവത്സരം. ആ 80 സംവത്സരത്തിനുള്ളിൽ ഇന്ന് കാലഘട്ടങ്ങൾ ആയുസിന്റെ ദൈർഘ്യം കുറഞ്ഞിട്ട് 60-40 തീർന്നിരിക്കുന്നു. ഈ സമയത്തിനുള്ളിൽ നമ്മളുടെ ജീവിതത്തിൽ എപ്പോൾ മരണം കടന്നു വരുമെന്ന് നമ്മൾ അറിയുന്നില്ല. ഇത് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ നീ ചെലവഴിക്കും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ നിത്യത എവിടെ ആയിരിക്കും? നമ്മുടെ ഈ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ പുരാതന കാലം മുതലേ നമ്മൾ അറിയുന്ന കാര്യമാണ്. ഈ ഒരു ജീവി മരിച്ചാൽ, ഒരു മൃഗം മരിച്ചാൽ ആരും അതിനുവേണ്ടി ഒരു ക്രിയകളോ ഒരു പൂജകളോ ഒന്നും നടത്തുന്നില്ല. എന്നാൽ ഒരു മനുഷ്യൻ മരിച്ചാൽ അവന് ഒരു ആത്മാവുണ്ടെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ആ മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പൂജകള്, കാര്യങ്ങള്, കർമ്മങ്ങള്, നോയിമ്പുകള് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എല്ലാ മതസ്ഥരും ചെയ്യുന്നു. എന്നാൽ താൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നു നല്ലതായാലും തീയതായാലും അതിന്റെ തക്ക പ്രതിഫലം പ്രാപിപ്പാനാണ് മനുഷ്യൻ കർത്താവിന്റെ വരവെങ്കിൽ എഴുന്നേൽക്കപ്പെടുന്നത്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ തക്ക പ്രതിഫലം പ്രാപിക്കുവാനാണ്. നാം ജീവനോടിരിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യുന്നതിന്റെ പ്രതിഫലം നമുക്കുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നാലും അത് ദൈവസ്ഥാനത്തിൽ കണക്കുള്ളതാണ്. നമ്മൾ നീതിയോടും ന്യായത്തോടും കൂടെ ദൈവസ്ഥാനത്തിൽ വിശ്വസ്തയോടുകൂടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്, എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ ഓരോരുത്തരെയും അളന്നു തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ പ്രവൃത്തികളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുൻപാകെയാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. പല അന്യായങ്ങളും അനീതികളും അതുപോലെ തന്നെ പല അക്രമങ്ങളും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ കാണുന്ന ഒരു സത്യ ദൈവമുണ്ടെന്നുള്ളത് നമ്മളെ അറിയേണ്ടതാണ്. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയെന്ന ചോദ്യം നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുകയാണ്. നിങ്ങൾക്കൊരു ആത്മാവുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പൂച്ചയോ പട്ടിയോ അതുപോലെ മൃഗങ്ങൾ ഏത് മരിച്ചാലും അതിന് ആത്മാവില്ല. നമ്മൾ ആരും ഒരു ക്രിയകളും അതിനുവേണ്ടി ചെയ്യുന്നില്ല. എന്നാൽ മനുഷ്യൻ മരിച്ചാൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന പല കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഈ ലോകം ചെയ്യുന്നത് എന്താണ്? അവർക്ക് ഒരു നിത്യശാന്തി വേണം. ഒരു ആത്മാവുണ്ട്. ആത്മാവ് എവിടേക്ക് പോകുന്നു എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. ആത്മാവ് എവിടേക്ക് പോകുന്നു? ആത്മാവ് അത് നൽകിയവന്റെ അടുക്കിലേക്ക് തന്നെ, ദൈവം അയച്ച ആത്മാവ് ദൈവത്തിലേക്ക് തന്നെ മടങ്ങി പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും ഒരു ന്യായവിസ്താരത്തിന് മുൻപിൽ നിൽക്കേണ്ടവരാണ്. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കണം. പ്രതിഫലം പ്രാപിക്കുന്നതിന് മുൻപായി തന്നെ ഒരു ന്യായവിസ്താരമുണ്ട്. ആ ന്യായവിസ്താരത്തിൽ നിങ്ങളുടെ കൈകൾ വെടിപ്പായിരിക്കുമോ, ശുദ്ധമായിരിക്കുമോ? ഈ കാലഘട്ടത്തിലെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ 100% പേര് ലോകത്തിന് വേണ്ടിയാണ് ഓടുന്നത്. ദൈവത്തിന് വേണ്ടി ഓടുവാൻ ആരുമില്ല. ദൈവത്തിന് വേണ്ടി ചുരുക്കം ചിലർ വിശുദ്ധിയോടെ വേർപാടോടെ നിൽക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. നിങ്ങൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നിത്യതയിൽ എത്തിച്ചേരുവാൻ കഴിയുമോ സഹോദര? ഈ മരിച്ചാൽ നിന്റെ ആത്മാവ് നിത്യതയിൽ എത്തുമോ? ഒരു ചോദ്യമല്ലയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവത്തിന്റെ പ്രവൃത്തി വലുതാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ
സ്നേഹിക്കുന്നു. വീണ്ടും വീണ്ടും ദൈവം നിങ്ങളെ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അത് മുഖാന്തരമായി നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളിലെയും പ്രശ്നങ്ങളിലെയും മധ്യത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വീണ്ടെടുക്കുവാൻ ശക്തനായ ദൈവമാണ്. ദൈവം നിങ്ങളെ അറിയുന്ന ദൈവമാണ്. ഈ ലോകത്തുള്ള അനേക ദൈവങ്ങൾ, മനുഷ്യ ദൈവങ്ങളും അതുപോലെ തന്നെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾക്കൊന്ന് മനസ്സോടെ ഒന്ന് ആയിത്തീരുവാൻ, നിങ്ങൾക്ക് ഒരു നിമിഷം ദൈവത്തോടൊന്ന് നിങ്ങൾക്ക് മനസ്സ് തുറക്കുവാൻ കഴിയുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് ഇടപെടും, ദൈവം നിങ്ങളോട് സംസാരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു നിമിഷം നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ ദൈവിക സമാധാനം കടന്നു വരുവാൻ ഇടയാവും എന്ന് നിങ്ങളോട് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.